ഹായ് നമസ്കാരം. ഗർഭകാലം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ നിമിഷങ്ങളാണല്ലേ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരുപക്ഷെ ഏറ്റവും ആവേശമുണർത്തുന്നതുമായ ഒന്നാണ് ടിഫ സ്കാൻ. നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ വിശദമായി അറിയാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് പോകും മുൻപ് നമുക്കൊരു കാര്യം ഓർക്കാം. ഇത് വെറും ഒരു മെഡിക്കൽ ടെസ്റ്റ് മാത്രമല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടങ്ങുന്ന ആഴത്തിലുള്ള ഒരു വൈകാലിക നിമിഷം കൂടിയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ടിഫ സ്കാനിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്, അതും ഗർഭകാലത്തിന്റെ ഈയൊരു പ്രത്യേക ഘട്ടത്തിൽ? നമുക്ക് നോക്കാം. അതായത് ഏകദേശം 18നും 22നും ആഴ്ചകൾക്കിടയിൽ നിങ്ങളുടെ കുഞ്ഞ് വെറും ഒരു കോശങ്ങളുടെ കൂട്ടം എന്നതിലുപരി ഒരു കുഞ്ഞു മനുഷ്യനായി മാറിക്കഴിഞ്ഞു. ഹൃദയത്തിന് 4 അറകളായി, തലച്ചോറ് കൂടുതൽ സങ്കീർണമായി, കിഡ്നികൾ വരെ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് വേണ്ടേ? ഓരോ അവയവവും ശരിയായ രീതിയിലാണോ രൂപപ്പെട്ടത് എന്നുറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കുഞ്ഞിന്റെ വളർച്ചയെ ഒരു വീട് പണിയുമായിട്ടൊന്ന് താരതമ്യം ചെയ്താലോ? നിങ്ങൾ നേരത്തെ ഏകദേശം ഒരു 11-13 ആഴ്ചയിൽ ചെയ്ത NT സ്കാനില്ലേ, അത് ആ വീടിന്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ ചെക്ക് ചെയ്യുന്നത് പോലെയാണ്. പക്ഷേ ടിഫ സ്കാൻ അങ്ങനെയല്ല. അത് ആ വീടിന്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് എടുത്ത് വെച്ച് പരിശോധിക്കുന്നത് പോലെയാണ്. ഓരോ റൂമും അതിലെ വയറിംഗ്, പ്ലംബിംഗ് എല്ലാം ശരിയാണോ എന്ന് നോക്കുന്ന ഒരു വിശദമായ പരിശോധന. ഓക്കെ, അപ്പോ ടിഫ സ്കാനിന്റെ പ്രാധാന്യം നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി എന്താണ് ശരിക്കും ഈ ടിഫ സ്കാൻ എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടിഫ, TIFF. ഇതിന്റെ മുഴുവൻ പേര് ടാർഗറ്റഡ് ഇമേജിംഗ് ഫോർ ഫീറ്റൽ അനോമലീസ് എന്നാണ്. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന്റെ ശാരീരിക വളർച്ചയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അൾട്രാസൗണ്ട് സ്കാനാണത്. തല മുതൽ പാദം വരെ ഓരോ അവയവവും ഇതിൽ സൂക്ഷ്മമായി പരിശോധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വീടിന്റെ ബ്ലൂ പ്രിന്റ് ഓർമ്മയില്ലേ? അതുപോലെ ഈ സ്കാനിൽ ഡോക്ടർ നോക്കുന്നത് കുഞ്ഞിന്റെ ഓരോ മുറികളുമാണ്. അതായത് ഹൃദയം, കിഡ്നി, ലിവർ പോലുള്ള പ്രധാന അവയവങ്ങൾ. പിന്നെ വയറിംഗ്, അതായത് നാഡീവ്യൂഹം, നട്ടെല്ല് ഒക്കെ. കൂട്ടത്തിൽ പ്ലംബിംഗ്, അതായത് രക്തക്കുഴലുകൾ. എല്ലാം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, ശരിയായ സ്ഥാനത്താണോ എന്നൊക്കെ ഉറപ്പിക്കും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്കാനിന്റെ ലക്ഷ്യം നിങ്ങളെ പേടിപ്പിക്കുക എന്നതേയല്ല. സത്യത്തിൽ നേരെ തിരിച്ചാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതെത്രയും പെട്ടെന്ന് കണ്ടെത്തുക. അങ്ങനെയാവുമ്പോൾ നമുക്ക് ശരിയായ ചികിത്സ പ്ലാൻ ചെയ്യാം. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് തയ്യാറെടുക്കാം. ഓർക്കുക, അറിവാണ് ഏറ്റവും വലിയ ശക്തി. റൈറ്റ്. അപ്പോൾ ഇനി ഈ ടിഫ സ്കാനിന് വേണ്ടി നമുക്ക് എങ്ങനെ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ഇതൊരു ഗെയിം പ്ലാൻ പോലെ കണ്ടാൽ മതി. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാൻ ഈ 4 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, സമയം. 18നും 20നും ഇടയിലുള്ള ആഴ്ചയാണ് ഏറ്റവും നല്ലത്. എന്നാലും ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് 19 ആഴ്ചയാണ്. കാരണം എന്താണെന്നറിയോ? ആ സമയത്ത് കുഞ്ഞിന്റെ എല്ലുകൾക്ക് അധികം കട്ടിവെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ നല്ല ക്ലിയറായി കാണാൻ പറ്റും. രണ്ടാമതായി, സ്കാനിന് 1 മണിക്കൂർ മുൻപ് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് നിറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മൂന്നാമതായി, സ്കാൻ ഒരു 1/2 മണിക്കൂർ മുൻപ് ഒരു ആപ്പിളോ അല്ലെങ്കിൽ ചെറിയൊരു മധുരമോ കഴിക്കുന്നത് നല്ലതാണ്. ഇത് കുഞ്ഞിനെ ചെറുതായൊന്ന് ഉഷാറാക്കും. അപ്പോൾ അനക്കമൊക്കെ ഉണ്ടാവും. സ്കാൻ ചെയ്യാനും എളുപ്പമാവും. പിന്നെ അവസാനമായി, ഇതൊരു വിശദമായ പരിശോധനയായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. ഒരു 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ വരെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് പോവാം. ഇതൊരു സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്ന ആള് വളരെ എക്സ്പേർട്ടായിരിക്കണം. ഗർഭസ്ഥ ശിശുക്കളുടെ കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഈ രംഗത്ത് നല്ല വൈദഗ്ധ്യമുള്ള ഒരു റേഡിയോളജിസ്റ്റ് തന്നെയാണോ സ്കാൻ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, ഏതൊരു മെഡിക്കൽ പ്രൊസീജിയറിനെക്കുറിച്ചുമുള്ളതുപോലെ ഈ ടിഫ സ്കാനിനെക്കുറിച്ചും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമുക്കതിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണമെടുത്ത് എന്താണ് സത്യം, എന്താണ് മിഥ്യ എന്ന് നോക്കാം, അല്ലേ? ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്നൊരു പേടിയാണിത്. അയ്യോ, സ്കാൻ ചെയ്ത റേഡിയേഷൻ കുഞ്ഞിന് ദോഷം ചെയ്യുമോ എന്ന്. യാഥാർത്ഥ്യം അതല്ല. അൾട്രാസൗണ്ട് സ്കാനിൽ എക്സ്റേയിലുള്ളതുപോലത്തെ റേഡിയേഷനേ ഇല്ല. ഇതുപയോഗിക്കുന്നത് ശബ്ദതരംഗങ്ങളാണ്, അതും വളരെ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ളത്. അതുകൊണ്ട് ഇത് കുഞ്ഞിന് 100% സുരക്ഷിതമാണ്. ഒരുപാട് പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ടിഫ സ്കാൻ റിപ്പോർട്ട് നോർമലാണെങ്കിൽ
അതിനർത്ഥം കുഞ്ഞിന് 100% ആരോഗ്യമുണ്ട് എന്നാണോ? അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്ട്രക്ചറൽ ചെക്കാണ്. അതായത് കുഞ്ഞിന്റെ ശരീരഘടനയാണ് ഇതിൽ പ്രധാനമായും നോക്കുന്നത്. എന്നാൽ ഓട്ടിസം പോലെയോ അല്ലെങ്കിൽ ചില മെറ്റബോളിക് പ്രശ്നങ്ങൾ പോലെയോ അദൃശ്യമായ കാര്യങ്ങൾ, അതായത് ശരീരഘടനയിൽ വ്യത്യാസമില്ലാത്ത പ്രശ്നങ്ങൾ ഈ സ്കാനിൽ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു യാഥാർത്ഥ്യബോധത്തോടെ സമീപിക്കും. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ സ്കാന് എത്രത്തോളം കൃത്യമാണ്? എന്തൊക്കെ ഇതിൽ കാണാൻ പറ്റും, എന്തൊക്കെ പറ്റില്ല? നമുക്കതൊന്ന് നോക്കാം. വലിയ ഘടനാപരമായ പ്രശ്നങ്ങൾ, അതായത് മേജർ സ്ട്രക്ചറൽ അനോമലീസ് കണ്ടെത്തുന്ന കാര്യത്തിൽ ടിഫ സ്കാനിന് ഏകദേശം 75 മുതൽ 90% വരെ കൃത്യതയുണ്ട്. അത് വളരെ ഉയർന്ന ഒരു കണക്ക് തന്നെയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. ടിഫ സ്കാൻ എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കാര്യത്തിൽ അത് വളരെ കൃത്യമാണ്. അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയം, തലച്ചോറ്, നട്ടെല്ല്, കൈകാലുകൾ, മറ്റ് അവയവങ്ങൾ ഇവയുടെയെല്ലാം ഘടന ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇതേറ്റവും മികച്ചതാണ്. ഇനി ഈ സ്കാൻ ചെയ്യുന്ന ആ ഒരു കാലയളവിൽ, അതായത് 18നും 22നും ആഴ്ചകൾക്കിടയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില അപകട സൂചനകളുണ്ട്. വെള്ളം പോകുന്നത് പോലെ തോന്നുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറിൽ കൂടുതലായിട്ട് കുഞ്ഞിന്റെ അനക്കമൊന്നും അറിയുന്നില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ വിട്ടുമാറാത്തൊരു നടുവേദനയോ വയറിന് ഭയങ്കര സമ്മർദ്ദമോ തോന്നുകയാണെങ്കിൽ ഒട്ടും വൈകിക്കരുത്. ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ വിളിച്ചറിയിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനമായി ഡോക്ടർ പ്രശാന്തിന്റെ വാക്കുകൾ ഒന്നുകൂടി ഓർക്കാം. ടിഫ സ്കാനിനെ ഒരു പേടിയോടെ കാണേണ്ട ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ട മുൻകരുതലുകൾ എടുക്കാനും ഒരമ്മ എന്ന നിലയിൽ സ്വയം ശാക്തീകരിക്കപ്പെടാനുമുള്ളൊരു സുവർണാവസരമായി ഇതിനെ കാണുക. നല്ല ആത്മവിശ്വാസത്തോടെ ഈ സ്കാനിനെ സമീപിക്കുക.